ഹായ് ഹലോ എല്ലാവർക്കും അഗീസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചിട്ടാണ് എണീറ്റത്. ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ലഞ്ചും കഴിച്ച് അത്യാവശ്യം വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ആയപ്പം കുട്ടിനെയും കൊണ്ട് ഇവിടെ അടുത്തുള്ള അൽനാദ പാർക്കിലേക്ക് വന്നു കേട്ടോ. നമുക്ക് നടന്നു വരാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ നാളായി ഇവിടേക്ക് വരണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വേറെ എവിടെയും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്യാവശ്യം വലിയൊരു പാർക്കാണ് കേട്ടോ ഇത്. ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾക്കും ഇനി കുറച്ച് വലിയ കുട്ടികൾക്കും ഇനി വലിയ ആളുകൾക്കും ഒക്കെ കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നേ. ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും അല്ലക്കുട്ടന് ഇതാ ഈ ഒരു സ്ലൈഡാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. എവിടെ പോയാലും അവൻ ഈ സ്ലൈഡിൽ ഇങ്ങനെ പോകാനാണ് ഇഷ്ടം. അങ്ങനെ അവൻ അതിൽ തന്നെ മാറി മാറി കളിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി ഓടി വേറെ ഓരോന്നിലേക്കൊക്കെ ഒന്ന് പോയി നോക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് പിന്നെയും തിരിച്ച് സ്ലൈഡിലേക്ക് തന്നെ പോകട്ടോ. അവൻ പക്ഷേ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം എന്താ പറയുക, കുറേ കുട്ടികളുണ്ടായിരുന്നു. അവന് കുട്ടികളുടെ കൂടെ കൂടിയിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, അപ്പം വേറെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തേ. അവൻ്റെ പുറകെ ഓടി 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 ഞങ്ങളാണ് കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടത്. സീറ്റിംഗ് ഏരിയാസും കുറേ ഉണ്ട്. ഇങ്ങനെ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു പല ഏരിയയിലായിട്ട്. പിന്നെ ഇങ്ങനെ പുല്ലൊക്കെ ഉള്ള സ്ഥലം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇരുന്ന് കഴിക്കാനുള്ള അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഫാമിലീസൊക്കെ അങ്ങനെ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ചെറിയ ഹട്ട് പോലെയുള്ള സെറ്റപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളും കുറച്ച് നേരം ആ പുല്ലിലൊക്കെ പോയി ഇവന് ഓടിയുള്ള ക്ഷീണത്തിന് കുറച്ച് നേരം ക്ഷീണം മാറ്റാൻ അവിടെയൊക്കെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ മരങ്ങളും എന്താ പറയുക പനകളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു ഈവനിങ് ആയിരുന്നേ. അപ്പോൾ അതാ ഞങ്ങൾ ടയേർഡായി കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ അല്ലുക്കുട്ടൻ എന്താ വീണ്ടും ഏട്ടനെ വിളിച്ചിട്ട് തിരിച്ച് സ്ലൈഡിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവനിങ്ങനെ ഓടിക്കളിച്ച് ഒട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല. തിരിച്ചു പോരുമ്പോൾ ശരിക്കും കരഞ്ഞോണ്ടായിരുന്നു കേട്ടോ പോരുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ഇതുപോലെയുള്ള സൈക്കിളുകളും അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ റെൻറ്റിന് എടുത്തിട്ട് ഇതിനകത്തും കൂടെ ഇങ്ങനെ ഓടിക്കാൻ. പക്ഷെ അല്ലുക്കുട്ടൻ്റെ സൈസിന് വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ടും അവൻ കുറേ കരച്ചിലായിരുന്നേ. പിന്നെ ഇതുപോലെ ടർഫുകളും വോളിബോളിൻ്റെ കളിക്കാനുള്ള ഇടങ്ങളും അങ്ങനെ കുറേ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങനെ നടന്ന് പോയിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കഫേയിൽ കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് ചായയും ജ്യൂസും ചെറിയ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പം അവിടെ നെസ്റ്റോ ഉണ്ടായിരുന്നു. നെസ്റ്റോവും പിന്നെ ഇത് ഗിഫ്റ്റ് വില്ല എന്ന് പറയുന്നൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ അവിടെ കയറി അല്ലുക്കുട്ടന് ടോയ്സൊക്കെ മേടിച്ചിട്ട് തിരിച്ച് നടന്ന് വീട്ടിൽ പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.